ശ്രീ രാജേഷ്, ഇവിടെ ഇവിടെ എന്താണ് ഓരോരോ ഇലക്ഷൻ സ്ട്രാറ്റജി ഉണ്ടാവാം. നമ്മൾ വികസനം പറയുകയും ധ്രുവീകരണം നടത്തുകയും ചെയ്യുന്ന ചിലപ്പോൾ സ്ട്രാറ്റജി ആവാം. ആ സ്ട്രാറ്റജിയിൽ നിങ്ങളത് ചർച്ചയാക്കിയാലും ബി വി രാജേഷിനും ഉള്ളിൽ നന്നായി അറിയാം, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കേരളത്തിലൊരു ജില്ലയെപ്പറ്റി പറഞ്ഞ അത് ഏതെങ്കിലും ഒരാൾക്കാരുടെ പ്രത്യേക രാജ്യമല്ലെന്നും അവിടെ മറ്റു വിഭാഗങ്ങൾക്ക് ശ്വസിക്കാൻ പ്രശ്നമുണ്ടെന്നും അവിടെ സ്വതന്ത്ര നിലപാട് പറയാൻ പറ്റില്ലെന്നും ഒക്കെ പറയുന്ന ഒന്നാം തരം കള്ളവും വ്യാജവും നുണയും നിന്ദ്യമായ പ്രസ്താവനയാണ് താങ്കൾക്കറിയാം. താങ്കൾ പറഞ്ഞോളൂ, ഇടപെടില്ല. രാജേഷ്, ഹാഷ്മി, താങ്കൾ ഇടപെടില്ല എന്ന് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉപചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ എന്നെ തടസ്സപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി താങ്കൾ ഇടപെട്ട് കഴിഞ്ഞാൽ, എനിക്കങ്ങനെ ബോധ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് വിഡ്രോ ചെയ്യും. ഞാൻ നേരത്തെ ഇറങ്ങിപ്പോയി എന്നുള്ളൊരു പേരുണ്ടാക്കുക എന്നതിൽ മടിച്ചിട്ടാണ് ഞാൻ പോകാത്തത്. എൻ്റെ സമയമുണ്ട്, നിങ്ങൾ എടുത്തോളൂ. എന്തായാലും താങ്കൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. ഞാൻ കഴിഞ്ഞ തവണ ഉത്തരം പറഞ്ഞപ്പോഴേക്കും താങ്കൾ പറഞ്ഞു രാജേഷ് ഇങ്ങനെ ഒരു നിലപാട് വെള്ളാപ്പിൽ പറഞ്ഞതിനെ ന്യായീകരിച്ചുകൊണ്ടൊരു നിലപാട് പറഞ്ഞതിൽ എൻ്റെ വിഷമവും നീരസവും കൊണ്ടാണ് ഞാൻ തുടർച്ചയായി ഇടപെട്ടതെന്ന്. താങ്കൾക്ക് ഒരു നീരസവും വിഷമവും വരേണ്ട ആവശ്യമില്ല. കാരണം നമ്മളൊക്കെ തമ്മിൽ വ്യക്തിപരമായ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവും, ചർച്ചയിലിരിക്കുന്ന എല്ലാവരും തമ്മിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ വന്നത് എൻ്റെ പാർട്ടിയുടെ നിലപാട് പറയാൻ. ആ പാർട്ടിയുടെ നിലപാട് പറയുമ്പോൾ ചിലപ്പോൾ കൈയടിക്കുന്നവരുടെ എണ്ണം കൂടുതലായിരിക്കാം, ചിലപ്പോൾ കുറവായിരിക്കും. പക്ഷേ ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയം ഈ പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ശരിയാണ്. ഓരോ ദിവസവും അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിലമ്പൂരിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ വേറെ എവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ്, നെയ്യാറ്റിൻകര നടന്നിട്ടുണ്ട്, അരുവിക്കര നടന്നിട്ടുണ്ട്, പിറവത്ത് നടന്നിട്ടുണ്ട്, തൃക്കാക്കര നടന്നിട്ടുണ്ട്, പുതുപ്പള്ളി നടന്നിട്ടുണ്ട്, ഇനിയും ഒരുപാട് നടക്കാറുണ്ട്. പക്ഷേ അവിടെയൊക്കെ നടക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ വിഷയം ചർച്ച വരുന്നത് മലപ്പുറത്ത് ആ വസ്തുത ഉള്ളതുകൊണ്ടാണ്. നേരത്തെ താങ്കൾ പറഞ്ഞു ശ്രീ വി എസ് അച്യുതാനന്ദൻ ഒരു മുസ്ലിം രാജ്യമാക്കി മാറ്റുവാനുള്ള പ്ലാനിങ് നടക്കുന്ന, താങ്കൾ പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ആണെങ്കിൽ തന്നെ ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു? ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭരണസിരാ കേന്ദ്രമെന്ന് പറഞ്ഞാൽ മഞ്ചേരിയായിരുന്നു. മഞ്ചേരി എവിടെയാണ്? മലപ്പുറം ജില്ലയിൽ. ആ മഞ്ചേരിയിലേക്ക് ഒരിക്കൽ ഒരു മാർച്ച് നടത്തി. ഗ്രീൻ വാലി, എൻ്റെ പേരിൽ ഇപ്പോഴും മഞ്ചേരി കോടതിയിൽ ആ കേസ് കിടക്കുക. ഒരു 10-12 വർഷം മുമ്പ് ഗ്രീൻ വാലിയിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ ഒരു 10-15 കിലോമീറ്ററിന് അപ്പുറത്ത് മുൻപ് വെച്ച് തന്നെ പോലീസ് അങ്ങ് തടയുകയാണ്. സാധാരണ ഒരു മാർച്ച് ഒരു പ്രദേശത്തേക്ക് നടത്തിയാൽ ഒരു 50 മീറ്റർ മുമ്പോ 100 മീറ്റർ മുമ്പോ നമ്മൾ തടയാറുണ്ട്. 15 കിലോമീറ്റർ മുമ്പ് ഞങ്ങളെ അങ്ങ് തടയുകയാണ്. മറ്റൊന്ന്, നിരവധി പെൺകുട്ടികൾ ലവ് ജിഹാദിൽ, താങ്കൾ ഇപ്പോൾ എന്നോട് വിയോജിക്കും, ലവ് ജിഹാദ് ഇല്ല എന്നൊക്കെ പറയുമായിരിക്കാം. അത് നിങ്ങൾ പറഞ്ഞോളൂ, എനിക്കതിൽ വിയോജിപ്പില്ല. കേരളത്തിൽ അല്ല, ഞാൻ എൻ്റെ നിലപാടാണ് പറയുന്നത്. അതായത് ലവ് ജിഹാദിൻ്റെ കടമ്പയിൽ പെട്ടുപോയി അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന, വേറെ മറ്റു പരിക്കൊന്നും ഏൽക്കാതെ അത് മനസ്സിലാക്കിയപ്പോഴേക്ക് രക്ഷപ്പെട്ടു വന്ന 10-50 പെൺകുട്ടികളോട് ഞാൻ സംസാരിച്ചു. 50 പെൺകുട്ടികളോടെങ്കിലും ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ താമസിക്കുന്ന സ്ഥലത്ത് പോയി അവരുമായി മണിക്കൂറുകളോളം ദിവസങ്ങളോളം ഞാൻ ഓരോ കാര്യവും സംസാരിച്ചിട്ടുണ്ട്. അവർ എഴുതിയ പുസ്തകങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അവർ പറയുന്നത് ഞങ്ങളെ കൊണ്ടുപോയി പാർപ്പിച്ചിരുന്നത് മഞ്ചേരിയിലായിരുന്നു, ഗ്രീൻ വാലിയിലായിരുന്നു, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആസ്ഥാനത്തായിരുന്നു, അവിടെ ഇന്ന തരത്തിലുള്ള സൗകര്യങ്ങളായിരുന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഇന്ന കാര്യങ്ങളായിരുന്നു. മലപ്പുറം ജില്ലയിലല്ലേ? ഈ മലപ്പുറം ജില്ലയിൽ ഇത്രയും സ്വാതന്ത്ര്യമായിട്ട് ആരും കടന്നു ചെല്ലില്ല. മലപ്പുറം ജില്ലയിൽ ഈ വർഗീയ വിഘടനവാദികൾ പറയുന്നതിലപ്പുറം ശുദ്ധവായു പോലും ലഭിക്കില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് കൊണ്ടല്ലേ അവിടെ കൊണ്ടുവന്നിട്ട് ഗ്രീൻ വാലി വെച്ചത്. ഇതിന് കാരണമായി ഞാൻ അവിടെ ഉള്ള എല്ലാവരും ഈ രീതിയിൽ ചിന്തിക്കാവുന്നതൊന്നും പറയില്ല. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നവർക്ക്, അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക്, അങ്ങനെ വിഘടനവാദം പ്രചരിപ്പിക്കുന്നവരുടെ ഒരു ആസ്ഥാനമായിട്ട് മലപ്പുറം ജില്ല മാറിക്കഴിഞ്ഞു. മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങൾ മാറിക്കഴിഞ്ഞു. അതിനാണ് ഒളിച്ചു വയ്ക്കുന്നത്. അത് ഞാൻ പറയുമ്പോഴേക്കും ചിലർ എൻ്റെ നിലപാടുകൾ വിയോജിക്കുമായിരിക്കും. ചിലർ ഞങ്ങൾക്കോ എൻ്റെ പാർട്ടിക്കോ എനിക്കോ എതിരായിട്ട് വോട്ട് ചെയ്തുമായിരിക്കും. അത് ഇമ്മെറ്റീരിയലാണ്, അത് ഞങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യുക. പക്ഷേ പറയേണ്ടത് പറഞ്ഞില്ലെങ്കിൽ ഈ രാജ്യം ഉണ്ടാവുകയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും തുടക്കക്കാരൻ ഈ മാർക്സിസ്റ്റ് ഇടതുപക്ഷത്തിൻ്റെ CPM പ്രതിനിധിയാണ്. അദ്ദേഹം അഭിമാനത്തോടെ പറയുകയായിരുന്നു 1969 മലപ്പുറം ജില്ല ഞങ്ങൾ കൊടുത്തു. നിങ്ങൾ മലപ്പുറം ജില്ല കൊടുത്ത് നിങ്ങളിതിൻ്റെ വിത്തുപാകിയെങ്കിൽ ഈ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ്. പിന്നെ നിങ്ങൾ വിത്ത് പാകിക്കൊടുത്ത് നിങ്ങൾ നിലമൊരുക്കി കൊടുത്തപ്പോൾ മുസ്ലിം ലീഗ് അവിടെ അങ്ങ് ആറാടുകയായിരുന്നു, ആഘോഷിക്കുകയായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് ഹാഷ്മി അതിനുശേഷം മുസ്ലിം ലീഗ് കേരള ഭരണത്തിൽ കയറുമ്പോഴേക്കും മുസ്ലിം ലീഗ് കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട വ്യവസായ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള പല വകുപ്പുകളും ചോദിച്ചു വാങ്ങിയിട്ട് ആ വകുപ്പുകൾക്കുള്ളിൽ ഭീകരമായിട്ടുള്ള വിഘടനവാദവും മതവാദവും അവർ ഉന്നയിക്കുകയായിരുന്നു.
അഞ്ചാം മന്ത്രി ചോദിച്ചപ്പോഴേക്കും ഇവിടെ കോൺഗ്രസിനകത്ത് തന്നെ യാതൊരു കാരണവശാലും രമേശ് ചെന്നിത്തല, അന്നത്തെ PCC പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തല ഉൾപ്പെടെ അഞ്ചാമത് മന്ത്രി കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇ അഹമ്മദ് രാജിവെക്കട്ടെ, അഞ്ചാമതൊരു മന്ത്രി വേണമെങ്കിൽ ഇ അഹമ്മദ് രാജിവെക്കട്ടെ, പിന്നെ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞില്ലേ. എന്നിട്ട് മുസ്ലിം ലീഗ് ഈ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സമ്മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് അഞ്ചാം മന്ത്രിയെ നേടിയെടുത്തില്ലേ. അതിൻ്റെ അങ്ങനെ അവിടെ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ അവരുടെ മതം വളർത്തുവാനുള്ള ഒരു ആയുധമായി മാറിയപ്പോഴാണ് അവിടുത്തെ വിജയ ശതമാനത്തെക്കുറിച്ചൊക്കെ തന്നെ VS അച്യുതാനന്ദനെ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. അതിൽ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ വിരുദ്ധ അഭിപ്രായം ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ മറ്റൊരു ജില്ലയെക്കുറിച്ചും ഇത്തരത്തിലുള്ള ചർച്ച നടക്കുന്നില്ലല്ലോ. കേരളത്തിൽ ഒരു ഒറ്റ ജില്ലയെക്കുറിച്ചും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ നടക്കുന്നില്ലല്ലോ. അപ്പോൾ അവിടെ എന്തോണ്ട് തീയില്ലാതെ പുകയുണ്ടായല്ലോ. എന്തേ അത്രേ ഉള്ളൂ. രാഷ്ട്രീയം തീയില്ലാതെ എന്റെ രാഷ്ട്രീയം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവ് വന്നിരുന്ന് ഈ പറഞ്ഞ അവാസ്തവങ്ങൾ അത്രയും പറഞ്ഞതിന് ശേഷം തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ എന്ന അഭ്യൂഹം ഉണ്ടാക്കുവാണോ രാജേഷ്? ഒറ്റ പോയിന്റ് കൂടി ഞാൻ ഹാഷ്മിയോട് ചോദിക്കുന്നു. ഞാൻ ഒറ്റ പോയിന്റ് കൂടി പറയാൻ അവസരം തരണം. ഹാഷ്മി, ഒരു ചോദ്യം കൂടി ഒന്ന് വഴങ്ങി തരണം. അതായത് ഞാൻ ഹാഷ്മിയോട് ചോദിക്കുന്നു, ഇത്രത്തോളം മതസൗഹാർദ്ദം പറയുന്ന ഹാഷ്മിക്ക് നിങ്ങളുടെ യൂണിറ്റുമായി ഈ തെരഞ്ഞെടുപ്പ് സമയത്തോ അതിനുശേഷമോ ഞാൻ ഉൾപ്പെടെ വരാം, ഞങ്ങൾ എല്ലാ പിന്തുണയും തരാം. നമുക്ക് ആ മലപ്പുറത്ത് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പ്രതിമ, ആ തൂവലും മഷിക്കുപ്പിയും മാറ്റിയിട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പ്രതിമ അവിടെ സ്ഥാപിക്കാം, തുഞ്ചം പറമ്പിൽ സ്ഥാപിക്കാൻ വേണ്ടി 24-ന് മുൻകൈ എടുക്കാൻ സാധിക്കുമോ? BJP എന്തോ കമ്മിറ്റി ഉണ്ടാക്കിയതല്ലേ, ആ കമ്മിറ്റി എന്തായി? 1001 കമ്മിറ്റി കേസുരൻ ഉണ്ടാക്കിയില്ല. ആ കമ്മിറ്റി എവിടെയെങ്കിലും മുന്നോട്ട് പോയോ? അതെ, എവിടെയെങ്കിലും മുന്നോട്ട് പോയോ? എന്തായി ആ കമ്മിറ്റി? എന്തായി? ഞാൻ പറയട്ടെ, അത് എന്റെ രാജേഷ്, ഇതൊക്കെ പലയാവർത്തി നിങ്ങൾ പറയുന്ന നുണയാണെന്നും ഈ പലയാവർത്തി നിങ്ങൾ പറയുന്ന നുണയാണെന്നും അവിടെ MD വാസുദേവൻ സാക്ഷാൽ MD അടക്കമുള്ളവർക്ക് ഈ പറയുന്ന നിലപാടില്ലെന്നും ഒക്കെ പലയാവർത്തി പറഞ്ഞാലും ഈ പറയുന്ന വ്യാജം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്റെ കുറിക്കല്ല, താങ്കളുടെ കുറിക്കാണ് ഞാൻ ചോദിച്ചപ്പോൾ താങ്കൾ ഉച്ച ഉയർത്തി എന്നെ തടസ്സപ്പെടുത്തിയാണ്. രാജേഷ്, കള്ളവ പറയുന്നത് നിങ്ങൾ. ആ കമ്മിറ്റി ഉണ്ടാക്കി, ആ കമ്മിറ്റി പ്രവർത്തിക്കുന്നു. എവിടെ? ആ കമ്മിറ്റി എവിടെ പ്രവർത്തിക്കുന്നു? എവിടെ പ്രവർത്തിക്കുന്നു? ആരാണ് നേതാവ് എന്ന് പറഞ്ഞ രാജേഷ്? ആരാണ് ഇപ്പൊ നേതാവ്? താങ്കൾ നിർത്തൂ. സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണ ഒരു തവണ ചോദിച്ചാൽ എനിക്ക് ഞാൻ സാറേ എനിക്ക് ചെവി കേൾക്കാം, ഒരു തവണ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അതിന്റെ നേതാവ് ആരെന്നല്ലേ ചോദിച്ചത്, അതിന്റെ ഉത്തരം പറയാം. താങ്കളൊന്ന് BJPയുടെ പാലക്കാടുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാറിനാണ് അതിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ആ പ്രവർത്തനം ഞങ്ങൾ വളരെ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ വിഷയം ഞങ്ങൾ എന്റെ പൊന്ന് VV രാജേഷ്, എത്ര വർഷം മുമ്പുള്ള കമ്മിറ്റിയാ? ആ കമ്മിറ്റി നടത്തിയ ഒരു മുന്നോട്ട് പോക്ക് പറയാം, ഒരു സ്റ്റെപ്പ് പറയാമോ? ആ കമ്മിറ്റി നടത്തിയ ഒരൊറ്റ മുന്നോട്ട് പോക്കുള്ള സ്റ്റെപ്പ് പറയാമോ VV രാജേഷ്? ഞങ്ങൾ തിരുവനന്തപുരത്തെ ഞാനൊന്ന് പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് അതിനുള്ള ത്രാണി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് എന്നോട്ടേക്ക് വെച്ചു കൊടുക്കണം. ഞാനല്ലേ ഈ വിഷയം ഇപ്പോൾ ഓപ്പൺ ചെയ്തത്. ആ കമ്മിറ്റി നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് BJPയുടെ ലീഡർ കൂടിയായിട്ടുള്ള ഞാനിപ്പോൾ ഈ ചർച്ചയിൽ ഈ വിഷയം ഉന്നയിക്കുന്നത്. ഞങ്ങൾ അവിടെ സ്ഥാപിക്കും, ഞങ്ങൾ സ്ഥാപിക്കുവാനുള്ള നീക്കങ്ങൾ അതൊരു പ്രചരണത്തിന് ഒരു ദിവസം കൊണ്ടല്ലോ. ഇപ്പൊ എത്ര വർഷമായി ക്ഷേത്രം ഉണ്ടാക്കിയത് ഒരു ദിവസം ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടാണോ? എത്ര വർഷമായ കമ്മിറ്റി? ഞാൻ ചോദിക്കുന്നത് ഒരു മുന്നോട്ടുള്ള ഒറ്റ സ്റ്റെപ്പാണ് ചോദിക്കുന്നത്. ആ കമ്മിറ്റി ഉണ്ടാക്കി ഉടായ്പ കാണിച്ചതല്ലാതെ അതിന്റെ പേര് പൈസ പിരിച്ചു പറയുന്നതുകൊണ്ട് എനിക്കറിയില്ല, എനിക്ക് വസ്തു എനിക്കറിയില്ല. അതിന്റെ പേര് പണം പിരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് വസ്തു എനിക്കറിയില്ല. പോട്ടെ, അത് വിട്ടേക്കൂ. അത് മുന്നോട്ട് ഒറ്റ സ്റ്റെപ്പ് പറ. അല്ല, അതൊക്കെ അവിടെ നടന്നു, അതൊക്കെ വസ്തു അവിടെ നടന്നോട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഇത്രത്തോളം മതസൗഹാർദ്ദത്തിൽ ആറാടുന്ന പ്രദേശമാണ് മലപ്പുറമെങ്കിൽ തുഞ്ചൻ പറമ്പിൽ തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ വയ്ക്കുവാൻ വേണ്ടി 24 ചാനലിനും ഹാഷ്മിക്കും മുൻകൈ എടുക്കാമെന്നുണ്ടെങ്കിൽ ഹാഷ്മി, നിങ്ങളെ ഞങ്ങൾ പൊതുസമൂഹത്തിൽ രാജേഷ് MD വാസുദേവൻ ഇവിടെ മരിച്ചുപോയ MD വാസുദേവൻ നടക്കാതിന് മറുപടി പറഞ്ഞ പിന്നെയും നിങ്ങളുടെ ഈ ദുഷ്ടലക്ഷ്യത്തിലെ ഈ അപവാദ പ്രചരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. തുഞ്ചത്ത് രാജു പി നായർ നോക്കൂ, രാജു പി നായർ VV രാജേഷ് പറയാൻ നോക്കൂ. VV രാജേഷ് പറയാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ മലപ്പുറത്ത് BJP നടത്താൻ പോകുന്ന വർഗീയ പ്രചരണത്തിന്റെ കാര്യമാണ് VV ഓരോന്നും പറയുന്നത്. ശ്രീ രാജു പി നായർ, VV രാജേഷ് വ്യക്തിപരമായി ഇതൊന്നും ഉള്ളിൽ കരുതാണെന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് സൗഹൃദമുള്ള ആളാണ്. VV രാജേഷ് വ്യക്തിപരമായി ഇതൊന്നും ഉള്ളിലുള്ള ആളല്ല, എനിക്ക് സൗഹൃദമുള്ള ആളാണ്. പക്ഷേ VV രാജേഷ് പറയുന്നത് വരും ദിവസങ്ങളിൽ BJP അവിടെ നടത്താൻ പോകുന്ന കൊടിയ വർഗീയ പ്രചരണത്തിന്റെ സാമ്പിളാ പറഞ്ഞേ. രാജു പി നായർ, ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാമോ മതേതരത്വം 40 വട്ടം പറയുന്ന ഏതെങ്കിലും ഒരു പാനലിസ്റ്റ് പറയാമോ? നമുക്ക് ഒരുമിച്ച് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പ്രതിമയും കൊണ്ട് തുഞ്ചൻ ആരാ ഉത്തരവ്? ആരാ പറഞ്ഞ വേണ്ടെന്ന് ആരാ പറഞ്ഞേ? ഇതൊക്കെ എത്ര ഞാൻ അയച്ചു തരാം, ഞാൻ മിനിറ്റ്സ് അയച്ചു തരാം. ഞാൻ ആ പഞ്ചായത്ത് യോഗത്തിന് മിനിറ്റ്സ് അയച്ചു തരാം രാജേഷിന്. വളരെ ലളിതമായ ഒരു
ഞാൻ ആ പഞ്ചായത്ത് യോഗത്തിന്റെ മിനിറ്റ്സ് അയച്ചു തരാം രാജേഷിന്. ഇത് നിങ്ങൾ പറയുന്ന കള്ളമാണെന്ന് തെളിയിക്കുന്ന മിനിറ്റ്സ് അയച്ചു തരാം രാജേഷിന്. രാജു പി നായർ, രാജു പി നായർ അപ്പൊ വരുന്ന ദിവസങ്ങൾ ബി ജെ പി മുന്നോട്ട് വെക്കാൻ പോകുന്ന തുഞ്ചന്റെ പ്രതിമ, ഈ പറഞ്ഞ വെള്ളാപ്പള്ളി പറഞ്ഞ കള്ളങ്ങൾ, ഈ പറഞ്ഞ മലപ്പുറത്തെ പറ്റി ഇപ്പൊ ഇവർ പറയുന്ന ഓരോരോ കള്ളങ്ങൾ ആവർത്തിക്കാൻ പോകുന്നു, വർഗീയത ആളി കത്തിക്കാൻ പോകുന്നു മലപ്പുറത്ത്. രാജു പി നായർ, അതാണ് രാജേഷിന്റെ ഈ പറഞ്ഞ സാമ്പിള രാജേഷ് പറഞ്ഞേ. രാജു പി നായർ, രാജു പി നായർ പറയട്ടെ, ഞാൻ ഇടപെട്ടില്ലായിരുന്നു. താങ്കൾ കൊടിയ വർഗീയ പ്രസ്ഥാനങ്ങൾ ആവർത്തിക്കുമ്പോഴും ഞാൻ ഒരു രക്ഷ മിണ്ടാതിരിക്കുകയായിരുന്നു. താങ്കൾ പാർട്ടിയുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു.